ജട്ടി വീഡിയോ കാണുന്നുണ്ട് അവിടെ ഇങ്ങനെ യൂട്യൂബില് ജട്ടി കാണിക്കുന്ന വീഡിയോ. നമസ്കാരം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾ. എല്ലാം സത്യസന്ധമാകണമെന്നില്ല. പക്ഷെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്ന രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഹാനികരമായിട്ടുള്ള കാര്യം. നമ്മളുടെ സംസ്കാരവും നമ്മളുടെ ആരോഗ്യവും ഇത് രണ്ടും നമ്മൾ സംരക്ഷിക്കണം. ഇത് പറയാൻ കാര്യം, നമ്മളുടെ സംസ്കാരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വിറ്റ് കാശാക്കി, അല്ലെങ്കിൽ ഈ നമ്മുടെ സംസ്കാരം ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് തരം താത്ത് പൈസ ഉണ്ടാക്കുന്നതല്ലായിരിക്കണം. പൊതുവെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നല്ല കാര്യങ്ങൾ പറയുക, അത് കുറ്റമാണെങ്കിലും ഇപ്പൊ ഒരു സമൂഹത്തിന്റെ വളർച്ചയെ സഹായിക്കുന്ന, ഇപ്പൊ ഒരു സമൂഹത്തിന്റെ വളർച്ചയെ സഹായിക്കുന്ന രാഷ്ട്രീയക്കാരുടെ കുറ്റങ്ങൾ നമുക്ക് പറയാം. ഈ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതാണ്, കുറ്റങ്ങളാണ് പറയുന്നത്. പക്ഷെ അതിൽ കൂടി തന്നെ ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തെയാണ് അവിടെ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ സംസ്കാരം നമ്മൾ കാത്തു സൂക്ഷിക്കണം സോഷ്യൽ മീഡിയയിൽ. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരുകൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ അവരുടെ കുടുംബത്തിനെ, അമ്മയായിരിക്കാം, അനിയനെ ആയിരിക്കാം, ചേട്ടനെ ആയിരിക്കാം, കുറ്റം പറഞ്ഞുകൊണ്ട് താറടിച്ചുകൊണ്ട് വീഡിയോ ഇടുക. അത് ബാക്കിയുള്ള സമൂഹം ഏറ്റെടുക്കുക, മാധ്യമങ്ങളിൽ വരിക, ചർച്ച വരിക. ഈയിടെ രോഹിത് എന്ന് പറയുന്ന ഒരു ഗ്രീൻ ഹൗസ് കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം, പ്രജ്നേഷ് എന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നം പ്രബുദ്ധ കേരളം ചർച്ച ചെയ്തതാണ് എന്ന് പറഞ്ഞുകൂട്ട് ഒരു പെൺകുട്ടിയുണ്ട്. പുള്ളിക്കാരത്തി സുന്ദരിയാണ്, സുമുഖിയാണ്, സർവോപരി സുഭാഷിണിയാണ്. പുള്ളിക്കാരത്തിയുടെ പേര് സാജിദ ഷാജി, അങ്ങനെ കണ്ട. പുള്ളിക്കാരത്തി ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ പൊരുൾ ഇപ്രകാരമാണ്. നിന്റെ ജട്ടി വീഡിയോ കാണുന്നുണ്ട് അവിടെ ഇങ്ങനെ യൂട്യൂബില് ജട്ടി കാണിക്കുന്ന വീഡിയോ. ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന്റെ വീഡിയോ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ എവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും. കാര്യം വേറെ ഒന്നുമല്ല, അവരുടെ സ്വന്തം ഉമ്മയുടെ ഒരു മോശമായിട്ടുള്ളൊരു വീഡിയോ അവർ പുറത്തു വിട്ടു. ഇവർ തമ്മിലുണ്ടായ എന്തൊക്കെയോ അടിയുടെയും വഴക്കിൻ്റെയൊക്കെ ഇടയിൽ ആ ഉമ്മ കാണിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പറയുന്ന ഷാജിദ എടുത്ത് പുറത്തു വിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം വിവരം ഈ ഒരു സ്ത്രീക്കുണ്ട് എന്ന്. അപ്പോ നമുക്ക് ഈ പുള്ളിക്കാരത്തിയുടെ ഈ പൊരുളിനോട് ഒരു രീതിയിലും യോജിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ വിഷയം ഇവിടെ ഇതല്ല. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ്, സോഷ്യൽ മീഡിയയിൽ കൂടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിൽ കൂടി നമുക്ക് നമ്മളുടെ ആരോഗ്യം നശിപ്പിക്കാൻ ഇടയാകരുത്. കാര്യം എന്ന് ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മരുന്നുകൾ, ഡയറ്റിങ്, എക്സസൈസ് മൊഡാലിറ്റീസ്, അല്ലെങ്കിൽ പല പല കാര്യങ്ങളും മെഡിക്കൽ ഇൻഫോർമേഷൻ ആയിട്ട് അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണമായിട്ട് പറയപ്പെടുന്ന പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് നമുക്ക് ഹാനികരമായി ഭവിക്കാം. അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഈ കുട്ടി, ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് വീഡിയോ. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മുടെ രണ്ട് ക്രീമും ഒരേ ഇതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീമാണ്. അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് എന്റെ യൂട്യൂബ് ചാനലിന്റെ ബ്രാൻഡിൽ ഇറക്കിയതാണ്. സെയിം ആണ് കേട്ടോ, മാറ്റമൊന്നുമില്ല, സെയിം ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 999 രൂപ. ഷിപ്പിംഗ് ചാർജ് മിനിമം വരുന്നത് 70 രൂപ. പിന്നെ കർണാടക ഇങ്ങനെയുള്ള. അപ്പൊ ഇതിനകത്ത് പറയുന്ന ഒരു ഫേഷ്യൽ ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ഫേഷ്യൽ ക്രീമുകൾ വൈറ്റനിങ് ക്രീമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വൈറ്റനിങ് ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വെളുക്കാനുള്ളത്, അതിൻ്റെ അകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെങ്കിൽ അനേകം ആൾക്കാര് ഇത് മേടിച്ച് അവർ രോഗം ക്ഷണിച്ച് വരുത്തുകയാണ്. അതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ് ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ്, ഹെയർ സ്ട്രൈറ്റനിങ്, ഇതൊക്കെ ക്രീം. ഇതൊക്കെ ഈ കുടികട വ്യവസായത്തില് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഇത് ഹാനികരമായി ബാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത് മെർക്കുറി, ആർസനിക്, കാഡ്മിയം, നിക്കല്, ഹൈഡ്രോക്വിനോൺസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും. ഏത്? ഈ ക്രീമിനകത്തും, ഈ നെയിൽ പോളിഷിനകത്തും, ഈ വൈറ്റനിങ് സ്ട്രൈറ്റനിങ് ക്രീമിനകത്തും. അപ്പോൾ ഇത് എന്താ പറ്റുന്നത്, ഈ ഹെവി മെറ്റൽസ്
നമ്മളുടെ ഞരമ്പ് നാഡീവ്യൂഹത്തെയെ, കിഡ്നിയെ, ലിവറിനെയെ, ഇതിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതാരും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമവ്യവസ്ഥ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയൊരു കടിഞ്ഞാൻ ഇടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വരുന്ന ക്രീമിനകത്ത് വരുന്ന ചില കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആയുർവേദിക്കാന്ന് പറയുന്നു. ഇതിന് പേര് പോലുമില്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഈ മെർക്കുറി, ഹൈഡ്രോക്കിനോൺസ്, അല്ലെ നിക്കൽ, കാഡ്മിയം, ആർസനിക് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിഡ്നിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ മെർക്കുറിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം, അല്ലെങ്കിൽ ഹൈഡ്രോക്കിനോൺ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കറുപ്പ് വ്യാപിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും അറിയാം, മെലാനിന്റെ പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഈ മെലാനിൻ ഉണ്ടാക്കുന്നതിൽ തൈറോസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നിന്നും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ തൈറോസിൽ നിന്നും ഈ മെലാനിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു എൻസൈം വേണം, തൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിനെ. ഈ എൻസൈമിനെ ഇല്ലാതാക്കുക, ഇൻഹിബിറ്റ് ചെയ്യുക. അപ്പൊ എന്താ പറ്റുന്നത്? മെലാനിൻ ശരീരത്തിൽ ഉണ്ടാകത്തില്ല. പക്ഷെങ്കിൽ ഇത് ലോങ് ടേം എഫക്റ്റ് ഉണ്ടാക്കുന്ന എന്താണ്? നമ്മളുടെ കിഡ്നിയുടെ ഗ്ലോമറുലസിനെ, അതായത് അരിപ്പയെ ബാധിക്കും. അത് ദോഷകരമായിട്ട് ബാധിക്കും. നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാവും. നമ്മളൊരു കിഡ്നി പേഷ്യൻ്റായി മാറും. അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് നാഡീവ്യൂഹത്തിൽ ഇത് ബാധിക്കും. ലോങ് ടേം യൂസും കൊണ്ട് നമുക്ക് ചിലപ്പം ഓർമ്മക്കുറവ്, വിറയല്, ഹൈപ്പോ ഡൈനേമിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കൈയൊക്കെ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകള്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആൾക്കാരെ, ഇപ്പൊ ഈ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൃത്യമായിട്ടും ഇതിനെപ്പറ്റി ഒരു വിവരവുമില്ല. പെൺകുട്ടിയുടെ ഉമ്മയെ പറ്റിയുള്ള വീഡിയോയും കുൽസിത പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവരെ ഫോക്കസ് ചെയ്ത്, അല്ലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കള്ളന്മാര്, അതായത് കോസ്മെറ്റിക് കള്ളന്മാര് മുതലെടുക്കുന്നത്. അപ്പൊ ജനങ്ങളിലേക്ക് ഈ വിഷം പകർന്നു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടുത്തെ സർക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രഗ് കൺട്രോളിങ് ഏജൻസിയും പോലീസും ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു അലേർട്ട് ഈ സമൂഹത്തിൽ കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈയിടെ തന്നെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വന്നു. നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറത്ത് കൂടുതലായിട്ട് ഈ പറയുന്ന കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് കിഡ്നി നെഫ്രോട്ടിക് സിൻഡ്രോം അല്ലെങ്കിൽ കിഡ്നി രോഗം വരുന്നവരുടെ എണ്ണസംഖ്യ കൂടി വരികയാണെന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഫേസ് ക്രീമിന്, വൈറ്റനിങ് ക്രീം പോലെ തന്നെയാണ് ഈ ചില ലോക്കൽ നെയിൽ പോളിഷ്, ലോക്കൽ ലിപ്സ്റ്റിക്ക്, ലോക്കലായിട്ട് ഹെയർ സ്ട്രെയിറ്റനിങ്, ഡൈ. അപ്പം ഈ പറയുന്ന നെയിൽ പോളിഷിനകത്ത് ചിലപ്പം ടൊലീൻ എന്ന് പറയുന്ന കെമിക്കൽ കാണാം. അത് കിഡ്നിക്ക് കംപ്ലൈന്റ് ആണ്. പിന്നെ സ്ട്രെയിറ്റനിങ് ക്രീമിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ് ഉണ്ടാകാം. ഇതൊക്കെ കിഡ്നിക്ക് കംപ്ലൈന്റ് ആണ്. കിഡ്നിക്കകത്ത് ഓക്സലേറ്റ് ഫോർമേഷൻ ഉണ്ടാകും. അത് കല്ല് അല്ലെങ്കിൽ കിഡ്നി കംപ്ലൈന്റിലേക്ക് ഭവിക്കും. ഇതൊക്കെ എല്ലാം കെമിക്കൽ ഉള്ളത് ഈ ബ്രാൻഡ് അല്ലാത്ത വില കുറഞ്ഞ സാധാരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിനകത്താണ് കൂടുതലായിട്ടും കെമിക്കൽ അടങ്ങുന്നത്. അപ്പോൾ എന്താ പറ്റുന്നത്? സാധാരണപ്പെട്ടവര് ഇത് ഉപയോഗിക്കുക, അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള കംപ്ലൈന്റ് ഉണ്ടാകുക, അവരൊരു കിഡ്നി പേഷ്യൻ്റായി മാറുക. ഇത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ പറയുന്ന ഷാജിയെ പോലെയുള്ള പെണ്ണുങ്ങളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നത് തന്നെ അവർക്ക് ഒരു അറിവ് പകർന്നുകൊണ്ട് മേലിൽ ഇങ്ങനത്തെയുള്ള വീഡിയോ പ്രചരിപ്പിക്കാതെ ഇരിക്കാൻ ഇവിടുത്തെ അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.